ഈ നിയമസഭാ ഇലക്ഷനിൽ എറണാകുളം ജില്ല എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എറണാകുളം ജില്ലയുടെ പോക്ക് എങ്ങോട്ടായിരിക്കും? ജില്ല എങ്ങോട്ട് ചായും എന്നുള്ളതാണ്. അതെ. എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ UDF സംബന്ധിച്ചൊരു ഒരു ഗ്യാരണ്ടി ജില്ലയാണ്. എന്നുവെച്ചാൽ കേരളത്തിലാകെ 2 ജില്ലയെ UDF ഗ്യാരണ്ടി എന്ന് പറയാനുള്ളൂ. ഒന്ന് മലപ്പുറം, മറ്റേ എറണാകുളമാണ്. അതിൽ മലപ്പുറം എന്ന് വെച്ചാൽ ലീഗിൻ്റെ കോൺട്രിബ്യൂഷനാണ്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ അവിടെ UDF ഇല്ല. കോൺഗ്രസിനെ കൊണ്ട് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം. അതായത് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു വാർഡിൽ തന്നെ ലീഗിന് തന്നെ കിട്ടും 1000 വോട്ട്. അതുപോലുള്ള സ്ഥലമാണ്. അപ്രമാദിത്വം അവരുടെ, വേറൊന്നും പറയാനില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് കോൺഗ്രസ് വലിയ സാധ്യതയില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ എന്ന് പിന്നെ പറയണമെങ്കിൽ ഒരു ജില്ലയേ ഉള്ളൂ, അത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയ്ക്ക് അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. കടുത്ത UDF ആയിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിൽ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ നായർ സമുദായക്കാർ കൂടുതലും BJP-യിലേക്ക് പോയൊരവസ്ഥയുള്ളപ്പം കോൺഗ്രസിൽ ജനിച്ച് കോൺഗ്രസ് ജീവിച്ച് കോൺഗ്രസ് മരിക്കുന്ന നായന്മാർ എന്നൊക്കെ പറയാവുന്ന ടൈപ്പ് ആൾക്കാരുള്ള സ്ഥലമാണ് സത്യം പറഞ്ഞാൽ എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളും അങ്ങനെയുള്ളതൊക്കെ. അത്രയും ആർഡൻ്റ് ആൻഡ് സ്ട്രോങ് കോൺഗ്രസ് വോട്ടേഴ്സുള്ള ഒരു ജില്ലയാണ്. പക്ഷേ ആ ജില്ലയുടെ സ്വഭാവം ഈ ഇലക്ഷനിൽ മാറാൻ പോകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പല തെളിവുകളും നമുക്ക് കാണാനുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. മൊത്തത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഈ മാറ്റങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം, ഒന്ന് കേരള കോൺഗ്രസ് പൊളിറ്റിക്സിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും, 2020 എന്ന് പറയുന്ന ഒരു പുതിയുഗ രാഷ്ട്രീയ പാർട്ടി അവർ ഏത് മുന്നണിക്കൊപ്പം നിൽക്കണം എന്ന് അവരെടുത്ത തീരുമാനമാണ്. ഒന്ന്, അപ്പോൾ BJP-യിലെ ചോദ്യം വരാം, ഇതിനെല്ലാം അടിത്തറ BJP-യാണ്. ഈ മാറ്റങ്ങളുടെ കാരണം BJP-യാണ്. ഒരു കേരള കോൺഗ്രസ് ചിന്താഗതിയിൽ നിന്ന് BJP ചിന്താഗതിയിലേക്ക് കേരള കോൺഗ്രസിൻ്റെ വോട്ടേഴ്സായിട്ടൊരു സമൂഹം ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. അത് മുന്നിൽ വരുന്നുണ്ട് കിഴക്കൻ മേഖലകളിൽ, അല്ലേ? ഒത്തിരി അടുത്തുണ്ട്. സത്യം പറഞ്ഞാൽ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ സംഘടന 3.5 ജില്ലകളും പിന്നെ ചില കുടിയേറ്റ മേഖലകളുമാണ് അവരുടെ ശക്തി എന്ന് പറയുന്നത്. 3.5 ജില്ല എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല, ഇടുക്കി ജില്ല, പിന്നെ അര ജില്ല, അത് എറണാകുളം ജില്ലയുടെ പകുതി ഭാഗമാണ്. മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കോതമംഗലം, പിറവം എന്ന് പറയുന്ന 4 നിയമസഭാമണ്ഡലങ്ങൾ ഉള്ള, അത് പകുതിക്ക് താഴെയുള്ളൂ യഥാർത്ഥത്തിൽ. പിന്നെ ഈ കണ്ണൂർ ഭാഗത്തൊക്കെ ചില കുടിയേറ്റ മേഖലകളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ നമുക്ക് എടുത്തു പറയാവുന്നത്. കുടിയേറിപ്പോയ മേഖലകൾ, തിരുവിതാംകൂറിൽ നിന്ന് റോമൻ കത്തോലിക്കരും മറ്റ് ക്രിസ്ത്യാനികളും സുറിയാനി ക്രിസ്ത്യാനി കുടിയേറിപ്പോയ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം ഒരു എന്താ പറയുക, കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളാണ്. കേരള കോൺഗ്രസ്സിന് അമേരിക്കയിൽ രജിസ്ട്രേഷൻ കിട്ടാത്തതുകൊണ്ട് ഇല്ലേ അവിടെ ഒരു MLA സംഘടിപ്പിച്ചേനെ. അങ്ങനത്തെ ടൈപ്പ് ഒരു രീതിക്കാരാണ്. അപ്പം അത് അവരെ സംബന്ധിച്ചൊരു വികാരമൊക്കെയാണ്. പക്ഷേ ഈ കേരള കോൺഗ്രസ് പൊളിറ്റിക്സിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള മാറ്റങ്ങൾ നോക്കും. KM മാണി മരിച്ചു. അപ്പം മാണിയുടെ പിൻഗാമിത്വം, മാണീസ് ലെഗസി ഓൺ ചെയ്ത ആരാണ്? അദ്ദേഹത്തിൻ്റെ മകൻ വരുന്നുള്ള ധാരണയിരുന്നെങ്കിലും മകനെ അവിടെ പാലക്കാർ തിരസ്കരിച്ചു. പകരം വേറൊരു മാണി, പാലയ്ക്ക് എന്നാലും മാണി മതി എന്നുള്ള മട്ടായിരുന്നു. അങ്ങനെ KM മാണിക്ക് ശേഷം മാണി സി കാപ്പൻ. പക്ഷെ മാണി സി കാപ്പൻ ഇപ്പം അല്പം ഭീതിയിലാണ്. കാരണം അവിടെ പുതിയൊരു താരോദയം ഷോൺ ജോർജ്. അദ്ദേഹം PC ജോർജിൻ്റെ മകനാണ്. PC ജോർജ് എന്ന് പറയുമ്പം പഴയ തലമുറ, ആദ്യ കേരള കോൺഗ്രസ് തലമുറയിൽപ്പെട്ട ആൾ തന്നെയാണ്. KM മാണിയുടെയും PJ ജോസഫിൻ്റെയും ബാലകൃഷ്ണനുടെയും ഒക്കെ തലമുറയിൽപ്പെടുന്ന സെയിം കേരള കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനാണ്. എന്നാൽ കേരള കോൺഗ്രസ്സിലെ മക്കൾ രാഷ്ട്രീയം ആകെ ശോഭിച്ച് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി കൂടിയാണ്. അത് അനൂപ് ജേക്കബ് എന്ന് പറഞ്ഞ് പിറവത്ത് MLA മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന അനൂപ് TN ജേക്കബിൻ്റെ മകൻ. അയാൾ മാത്രമേ കറക്റ്റ് മക്കൾ രാഷ്ട്രീയത്തിൽ ചോദിച്ചുള്ളൂ. പിറവംകാർ ജേക്കബിനെ പോലെ തന്നെ അനൂപിനെ ഒപ്പം നിർത്തി സ്വീകരിച്ചു. അതാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും, ഞാനും ബബിതയും, ഈ പിറവത്തെ വോട്ടേഴ്സായിരുന്നു. ഇപ്പോഴും ഇപ്പോൾ ഞാൻ പെരുമ്പാവൂരും ബബിത തൃപ്പൂണിത്തുറയുടെയും വോട്ടർമാരായിട്ട് മാറി. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് പിറവത്തിൻ്റെ അനൂപ് ജേക്കബിൻ്റെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ രാഷ്ട്രീയം വ്യക്തമായിട്ട് അറിയാം. ആ മണ്ഡലം എങ്ങനെ ചിന്തിക്കുന്നു, അതിൻ്റെ അടിയൊഴുക്കുന്നത് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ടറിയാം. അതുപോലെ തന്നെ അത് കേരള കോൺഗ്രസ് ചിന്താഗതി നമുക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ഈ കേരള കോൺഗ്രസ് ഉണ്ടായിരിക്കുന്ന ഒരു മെഗാ ഷിഫ്റ്റ് എന്നൊരു സംഭവമുണ്ട്. ഒരു ഭയങ്കരമായ ഐഡിയോളജിക്കൽ ഷിഫ്റ്റും അവരുടെ വോട്ടിംഗ് പാറ്റേണിൻ്റെ ഒരു ഷിഫ്റ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഷിഫ്റ്റിൽ അവർ കേരള കോൺഗ്രസ് വോട്ടേഴ്സായിട്ടുള്ള ഒരു സമൂഹം സത്യത്തിൽ ആരാണ്? കത്തോലിക്കരും നായന്മാരുമായിരുന്നു പണ്ടത്തെ കേരള കോൺഗ്രസിന് നട്ടെല്ലുന്നത്. ഇതിൽ ആലോചിച്ച് നോക്കണം. പാലായിൽ, എറണാകുളം ജില്ലയല്ല കോട്ടയം ജില്ലയാണ്, പാലായാണ്. പാലായിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും KM മാണിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു വരുമായിരുന്നു. ആ കുറഞ്ഞു വരുന്ന അതിന് പാരലി BJP-യുടെ
വോട്ട് കൂടിക്കൂടി വരുമായിരുന്നു. എന്നുവെച്ചാൽ മാണിയുടെ വോട്ട് ബി ജെ പിക്ക് ഷിഫ്റ്റായി. അത് നായർ സമുദായ വോട്ടുകളായിരുന്നു. അപ്പോൾ ഈ കേരള കോൺഗ്രസിൻ്റെ ശക്തിയായിട്ട് നിന്ന രണ്ട് കാലുകളായിട്ട് നിന്ന് ഒന്ന് നായന്മാരാണെങ്കിൽ അവർ പതിയെ ഷിഫ്റ്റായിട്ട് അങ്ങ് മാറി. അത് ഈ പറഞ്ഞ കോട്ടയത്തും പത്തനംതിട്ടയിലും ഒക്കെ ആ ഒരു മാറ്റമുണ്ട്. എറണാകുളം ജില്ലയിലടക്കം ഈ മാറ്റമുണ്ട്. പക്ഷേ ഇതിന് പുറകെ ആ ഒരു ക്രിസ്ത്യൻ സമൂഹവും കൂടി അവരും കൂടി ഒരു മാറ്റത്തിന് വിധേയമാകുന്നു. അത് വഖഫ് ബോർഡ് ഇഷ്യൂ ഒക്കെ വല്ലാണ്ട് അവരെ സ്വാധീനിച്ചു. സമീപകാലത്ത് ഇടതും വലതും മുന്നണികൾ ഇത്തരം ഇഷ്യൂസ് വന്നപ്പോൾ ആർക്കൊപ്പം നിന്നു എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. പല പല വിഷയങ്ങൾ നമ്മൾ സമീപകാലത്തുണ്ടായ കുറച്ച് വോളട്ടൈൽ ആയിട്ടുള്ള പല ഇഷ്യൂസിലും ഇടതു വലത് മുന്നണികൾ എടുത്ത നിലപാടും ബി ജെ പി എടുത്ത നിലപാടും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് സുറിയാനി ക്രിസ്ത്യാനികൾ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമൂഹം ഇടതും വലതും മുന്നണികളിൽ നിന്നും കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ മനസ്സോടുകൂടി തന്നെ അവർക്ക് മനസ്സുണ്ട്. ദെയർ മൈൻഡ്, പൊളിറ്റിക്കൽ മൈൻഡ് ഈസ് കേരള കോൺഗ്രസ്. പക്ഷേ അതങ്ങനെ തന്നെ ബി ജെ പിയിലേക്ക് പോകണം ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പി സി ജോർജ് ബി ജെ പി ചേർന്നത്, മകൻ ഷോൺ ജോർജ് ബി ജെ പി ചേർന്നത്. ഇപ്പോൾ ഷോൺ പാലായിൽ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിൽ നമ്പർ 1 ആണ്, മുന്നിൽ നിൽക്കുകയാണ്. ഒരു സ്ട്രൈക്കിംഗ് ചേഞ്ച് അയാൾ അവിടെ വരുത്താൻ തയ്യാറായിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ തൊട്ടടുത്ത് പലയിടത്തും ഉണ്ടാവും. കാരണം ഷോൺ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അയാൾ കേരളം മുഴുവൻ, പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ബിഷപ്പുമാരുമായിട്ടൊക്കെ നല്ല ബന്ധം, അദ്ദേഹത്തിന് ജനപക്ഷം, അദ്ദേഹത്തിൻ്റെ പഴയ പാർട്ടി ഉണ്ടല്ലോ, അതിലുള്ള ബന്ധങ്ങൾ എല്ലാം ഉണ്ട്. അതിൽ വെച്ച് ഷോൺ ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയും കൂടെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ എറണാകുളം ജില്ലയിലെ കേരള കോൺഗ്രസ്സുകാർക്ക് അവർക്ക് എത്രമാത്രം ജോസഫ് ഗ്രൂപ്പിൻ്റെ മണിയുടെ ഗ്രൂപ്പിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റും, അവർക്കൊരു മാറ്റം, അവരുടെ മാറ്റത്തിൻ്റെ ചിന്ത അവർക്കുണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല. പക്ഷേ അതിനുള്ള ശക്തിക്ക് ബി ജെ പിക്ക് അത് ഏറ്റെടുക്കാനുള്ള പവർ അവിടെ അത് അത്രയധികം വോട്ടുകളുണ്ടായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഒരു ബാലികറാമല തന്നെയായിരുന്നു. 2 or 3 മണ്ഡലത്തിലെങ്കിലും 10,000 താഴെയായിരുന്നു അവർക്ക് കിട്ടിയ വോട്ട്. മറ്റ് പല മണ്ഡലങ്ങളും 40,000 ഈവൻ 50,000 ഒക്കെ പിടിച്ച് എ ക്ലാസ് മണ്ഡലങ്ങളിൽ തിളങ്ങി നിൽക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ ആകെ ഒരു തൃപ്പൂണിത്തുറ മാത്രമേ കുറച്ച് മുന്നിൽ വന്നുള്ളൂ. പിന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കുറവ് തന്നെയായിരുന്നു. പിറവാണ് വളരെ പുറകെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എറണാകുളം ജില്ലയിൽ ഒരു വലിയ ഷിഫ്റ്റ് വരുവാണ്. ഒരു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് സൈഡിലേക്ക് വോട്ടേഴ്സ് മാറുന്നൊരു ഷിഫ്റ്റ് വരാൻ പോകും. അതിന് കാരണം 2020. അപ്പോൾ അതൊരു പുതുതലമുറ പുതുയുഗ രാഷ്ട്രീയ പാർട്ടിയാണ്. സാബു ജേക്കബ് എന്ന് പറയുന്ന വളരെ ധിഷണാശാലിയായ ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിന് പൊളിറ്റിക്സ് നന്നായിട്ട് അറിയാവുന്ന പുള്ളി തെളിയിച്ചത് 2020 ആയിട്ട് മുന്നേ വന്നപ്പോഴാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ജനങ്ങൾക്കിടെ ഇറങ്ങി ചെന്ന് ജനങ്ങളുടെ മനോഭാവം മാറ്റുന്ന കേഡർ പ്രവർത്തനം തന്നെയാണ് അവർക്കുള്ളത്. അതിന് മാത്രം അവരുടെ വർക്കിൻ്റെ സ്റ്റൈൽ എനിക്കറിയാം. ഒരു വാർഡിൽ തന്നെ മിനിമം 100 കേഡറെങ്കിലും അവർക്കുണ്ട്. അവർ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ട് അടിത്തറയിലൊരു ചേഞ്ച് വരുത്തി വരുവാണ്. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ സംഘടനയിലും കൂടുതൽ ക്രിസ്ത്യൻസ് തന്നെയാണ്. ഹിന്ദു ലീഡേഴ്സ് ഇല്ലയെന്നൊന്നുമല്ല, ലീഡേഴ്സുണ്ട്, പ്രവർത്തകരുണ്ട്, എങ്കിൽ പോലും മുസ്ലിംസ് ഉൾപ്പെടെ ഉണ്ട്. എങ്കിലും അത് ഭൂരിഭാഗവും ക്രൈസ്തവർ അതിനകത്തുണ്ട്. ആ ഒരു പശ്ചാത്തലം ഈ എറണാകുളം ജില്ലയെ വളരെ സ്വാധീനിക്കും. അപ്പോൾ ബി ജെ പിയും 2020 ഒരുമിച്ച് നിൽക്കുമ്പോൾ, മുമ്പ് രണ്ടായിട്ട് നിൽക്കുമ്പോൾ ഈ 2 കൂട്ടർക്കും സാധ്യത പലയിടത്തും കുറവാണ്. പക്ഷേ ഒരുമിച്ച് നിൽക്കുമ്പോൾ വലിയ സാധ്യതകൾ അവർക്കുണ്ട്. അതിലേറ്റവും വലിയ ചേഞ്ച് ഒരുപക്ഷെ നമ്മൾ കാണുന്നത് ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്ന തൃപ്പൂണിത്തുറ തന്നെയാണ്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഏരിയയിൽ ബി ജെ പി വ്യക്തമായ മേൽക്കൈയുണ്ട്. പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന ഉദയംപേരൂർ അതുപോലെ മരട് പഞ്ചായത്തുകളിൽ അത്രയും പോരാ. അപ്പോൾ ഒരു മേജർ ക്രിസ്ത്യൻ പോപ്പുലേഷൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഷിഫ്റ്റ് ബി ജെ പിക്ക് അനുകൂലമാകുന്നതിന് മുമ്പ് തന്നെ സത്യത്തിൽ ബി ജെ പി അവിടെ വിജയം കൈവരിക്കുകയും മുനിസിപ്പാലിറ്റി പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് മറ്റ് ഘടകങ്ങൾ. ഒരു ഷോൺ ജോർജ് ശക്തനായിട്ട് ബി ജെ പിയിൽ ഒരു നേതാവായിട്ട് വന്ന ഘടകം, 2020 വരുന്ന ഘടകം, ഇതൊക്കെ കൊണ്ടുവരണ്ട്. അത് വെച്ചൊരു വലിയൊരു വോട്ടേഴ്സിൻ്റെ ഗ്രൂപ്പിനെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കും. അവർ ഒരുമിച്ച് വോട്ടും ചെയ്യും. അതിന് 2020 കേഡർ വർക്കും ഉപകാരപ്പെടും. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ തന്നെയുള്ള അവർക്ക് പ്രാധാന്യമുള്ള വാർഡുകളിൽ. ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ തീരദേശ മേഖല വരുമല്ലോ, എറണാകുളം ജില്ലയുടെ തീരദേശ മേഖലകളിലൂടെ 2020 ഒരു വേരോട്ട് ശക്തമായിട്ടില്ലേ? ഉണ്ട്, അവിടെയുണ്ട്. ഇപ്പം കൊച്ചി എന്ന് പറഞ്ഞാൽ തന്നെ 2020 മോശമില്ലാത്ത കേഡറും ആൾക്കാരും ഉള്ളൊരു സ്ഥലമാണ് കൊച്ചി. അതേപോലെ അവിടെ ബി ജെ പിക്ക് ആണെങ്കിലും മോശമൊന്നുമല്ല. ബി ജെ പിക്ക് ഇത്ര കൗൺസിലേഴ്സിൻ്റെ എണ്ണം നമുക്ക് ആദ്യമായിട്ട് മുനമ്പത്തൊരു മെമ്പർ വരെ ബി ജെ പിക്ക് അവിടെ മുനമ്പത്ത് 1 അല്ല 2 മെമ്പേഴ്സ്. വഖഫ് ഇഷ്യൂ വളരെ ബാധിക്കുകയും ലാറ്റിൻ കാത്തലിക്സ് ആയിട്ടുള്ള വോട്ടേഴ്സ് ബി ജെ പിക്ക് അനുകൂലമായും ചെയ്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ഈ
ഈയിടെ നടന്നത്. അപ്പോൾ മുനമ്പം സമരം നടന്ന 2 വാർഡ് BJP പിടിച്ചു. അതൊരു ചേഞ്ചാണ്, അതൊരു വലിയൊരു ഷിഫ്റ്റാണ്. ഇന്നലെ കിരൺ റിജിജുവും രാജീവ് ചന്ദ്രശേഖറും സാബു ജേക്കബും ഷോൺ ജോർജും ഒക്കെ മുനമ്പത്തുണ്ടായിരുന്നു. മുനമ്പക്കാർക്കൊപ്പം ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം. ഈ വഖഫ് ഇഷ്യൂവിൽ അവിടുത്തെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആശ്വാസം കിട്ടുന്ന നടപടി ഉണ്ടായത് നിർമ്മാണം കൊണ്ടുവന്നതും BJPയുടെ സർക്കാരാണ്, മോഡി സർക്കാരാണ്. അപ്പോൾ അതിൻ്റെ നന്ദിയാണ് അവർ ഞങ്ങളുടെ വോട്ട് ഇങ്ങനെയാണ്, നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തത്. ഇതിൻ്റെ പ്രതിഫലനം എന്തായിരിക്കും വെച്ചാൽ അത് പറവൂരിലെ മണ്ഡലത്തിലെ ഫലത്തെ ബാധിക്കും. VD സതീശൻ തോൽക്കാൻ സാധ്യതയില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സാധ്യത ഉണ്ടെന്ന്. എനിക്ക് ആ സാധ്യത തോന്നുന്നത് കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ടുകൾ തന്നെയാണ് ഷിഫ്റ്റായി പോകണം. അവിടെയുള്ള ക്രിസ്ത്യൻ വോട്ടേഴ്സിന് മുന്നിൽ വഖഫ് വിഷയത്തിൽ എന്ത് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്, നിങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് സ്വീകാര്യമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ, കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയ കക്ഷി മതേതരമായിട്ട് ചിന്തിക്കേണ്ട ആൾക്കാർ ചിന്തിക്കേണ്ട രീതിക്കാണോ ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ അവർ നോ ആയിരിക്കും പറയുക. അതൊന്ന്. ഇതുകൂടാതെ പറവൂര് മുൻ നഗരസഭാധ്യക്ഷയായിരുന്ന ഒരു വ്യക്തി BJPയിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇതും പറവൂരിൽ കോൺഗ്രസിൻ്റെ സാധ്യതകളെ ഇടിച്ചു താഴ്ത്തും. അങ്ങനെ പറവൂർ മേഖല അതുകൊണ്ട് കോൺഗ്രസിന് അനുകൂലമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് ജയിച്ചിരുന്ന സ്ഥലമാണ്, തോക്കാൻ സാധ്യതയുണ്ട്. വൈപ്പിൻ ഇതുപോലെ മാറ്റം വരാം. അതുപോലെ മട്ടാഞ്ചേരി മേഖല, മട്ടാഞ്ചേരി ഇപ്പോൾ ഇത്തവണ മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് വരിക എന്ന് എനിക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ 1-2 ആഴ്ചയ്ക്ക് നമ്മൾ വീണ്ടും ഒരു ഡിസ്കഷൻ വയ്ക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുമായിരിക്കും. എങ്കിലും വേറെ ചിലയിടത്ത്, തൃക്കാക്കര കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച മണ്ഡലമാണ് തൃക്കാക്കര. പക്ഷേ ഇത്തവണ കോൺഗ്രസ് തോൽക്കാൻ സാധ്യതയുണ്ട്. അത് 2020 അവിടെ പവർഫുൾ ആണെന്നുള്ളതുകൊണ്ടാണ്. അവരുടെ വോട്ട് NDAയോടൊപ്പം വന്നാൽ 2 സാധ്യതയുള്ളത്. ഒന്നുകിൽ 2020 ആൻഡ് BJP എന്ന് പറഞ്ഞാൽ NDA 2ാം സ്ഥാനത്തെത്തുകയും കോൺഗ്രസ് തോക്കുകയും ചെയ്യാം. ഇതൊരു പോസിബിലിറ്റിയാണ്. പക്ഷേ അതിനേക്കാളും മികച്ച വേറെ പോസിബിലിറ്റി ഉണ്ട്. വളരെ മികച്ച നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ NDA അവതരിപ്പിക്കുന്നതെങ്കിൽ അവിടെ ജയിക്കാൻ സാധ്യത, അത് 2020 കൊടുക്കാൻ പോകുന്ന മണ്ഡലമാണെന്ന് ഞാൻ അറിയണേ, എങ്കിൽ 2020 സ്ഥാനാർത്ഥിയെ വെച്ച് NDA ജയിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് തൃക്കാക്കര പോലും നമുക്ക് മുന്നിട്ടുള്ള സന്ദേശം. തൃപ്പൂണിത്തുറയും BJP ജയിക്കാൻ ഈ നിലയ്ക്ക് സാധ്യത കൂടുതലാണ്. മറ്റൊന്ന് 2020 സ്വന്തം പ്ലേ ഗ്രൗണ്ട് കുന്നത്തുനാട്, കിഴക്കമ്പലം പഞ്ചായത്തിരിക്കുന്ന കുന്നത്തുനാട്. കുന്നത്തുനാട്ടിലും സ്ഥാനാർത്ഥി മികച്ചതാണോ അവർ ജയിച്ചിരിക്കും. അതിന് വളരെ സാധ്യതയാണ്. അവിടെ BJP ഒത്തിരി പുറകോട്ടായിരുന്നു. സത്യത്തിൽ BJP അനുഭാവികളായിട്ടുള്ള അനേകം വ്യക്തികൾ 2020 ഭാഗമായി തീർന്ന സ്ഥലമാണ്. വളരെ കുറവായിരുന്നിട്ടും കൂടി അവിടെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ രേണു സുരേഷ് എന്ന് പറയുന്ന വ്യക്തി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് BJPയുടെ വോട്ട് വർദ്ധിപ്പിച്ചു. 10,000 കിട്ടിയില്ല, 8,000 വോട്ട് കിട്ടിയുള്ളൂ. പക്ഷേ അത് കിട്ടാൻ സാധ്യത കുറഞ്ഞ സ്ഥലമായിരുന്നു അവിടെ, അവർ മുന്നേറി അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPക്ക് അവർക്കുള്ള തരത്തിലൊരു വേരോട്ടമുണ്ട്. പക്ഷേ അതിക്കുള്ളിൽ 2020യുടെ സ്വന്തം ഗ്രൗണ്ടാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് അവർക്ക് വിജയിക്കാൻ പറ്റും. പിന്നൊന്ന് പെരുമ്പാവൂരാണ്. സാധാരണഗതിയിൽ ആൾക്കാർ പെരുമ്പാവൂരിനെ, ഞാനൊരു പെരുമ്പാവൂരാണ് ഞാൻ ജീവിക്കുന്നത്, പെരുമ്പാവൂരിനെ കുറിച്ച് എന്തൊക്കെയോ ധാരണകളാണ് കേരളീയർക്കുള്ളത്. അവിടെ ആകെ പ്രശ്നമല്ലേ, മുഴുവൻ ബംഗാളികളല്ലേ, ബംഗ്ലാദേശിയല്ലേ, ഭീകരവാദമില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ്. പലരും തന്നെ മുസ്ലിം ഭീകരവാദത്തിൻ്റെ ഒരു ഈറ്റില്ലമായിട്ട് പെരുമ്പാവൂരിനെ കാണുന്നുണ്ട്. പക്ഷേ അവിടെ സാധാരണഗതിയിൽ പെരുമ്പാവൂർ ടൗണിൽ തന്നെ 2 വാർഡ് ജയിച്ചിരിക്കുന്നത് BJPയാണ്. 2 വാർഡിൽ 2ാം സ്ഥാനത്ത് വരാം എന്ന് വെച്ചാൽ 4 വാർഡിൽ അതിശക്തമാണ് ടൗണിൽ. അതേപോലെ BJPക്ക് അങ്ങനത്തെ വേരോട്ടം ഉണ്ടെന്നർത്ഥം. ചുറ്റുമുള്ള പഞ്ചായത്തുകളിൽ നല്ല സാന്നിധ്യം പലയിടത്തും ഉണ്ട്. പക്ഷേ 2020 വളരെ വളർന്നു പെരുമ്പാവൂർ. BJPയും 2020 ചേർന്ന് ആ സീറ്റ് 2020യുടെ ആയിരിക്കും. ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി അവർക്ക് കിട്ടാവുന്ന മികച്ച ഒരാളെ, പെരുമ്പാവൂരിന് പറ്റിയ ഒരാളെ നിർത്തിയാൽ പെരുമ്പാവൂർ ഒരു UDF മണ്ഡലം എന്നുള്ളതിൽ നിന്ന് NDA മണ്ഡലമായിട്ട് മാറും. അതിനുള്ള നല്ല സാധ്യത അവിടെ കാണുന്നുണ്ട്. അത്ര മൂവാറ്റുപുഴയിൽ ഒരുപക്ഷെ 2020ക്ക് വിജയിക്കാൻ സാധ്യത കുറവായിരിക്കും. അത്രയും അവിടെ പവർ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ അവരുടെ സ്ഥാനാർത്ഥി മികച്ചതാണെങ്കിൽ മാത്യു കൊള്ളനാടൻ വീണ്ടും MLA ആകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അങ്ങനെ ഒരു ചേഞ്ച് വരാം. അപ്പം UDFന് പരാജയം വരാൻ സാധ്യതയുണ്ട്. ഇത്തരം എഫക്റ്റ് കോതമംഗലത്തും അങ്കമാലിയിലും വേണമെങ്കിൽ ഉണ്ടാവാം. ഇങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ NDAക്ക് വിജയസാധ്യത എന്ന് പറയുന്നതിന് എറണാകുളം ജില്ലയിലെ 4 മണ്ഡലത്തിലുണ്ടെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. അതായത് തൃപ്പൂണിത്തുറ, തൃക്കാക്കര, കുന്നത്തുനാട്, പെരുമ്പാവൂർ തുടങ്ങിയ 4 എണ്ണം. ഇത് ഞാൻ അതിശയോക്തി പറയണതല്ല, അടിയൊഴുക്ക് മനസ്സിലാക്കിയിട്ട് പറയണതാണ്. മണ്ഡലത്തിലുള്ള ആൾക്കാരോട് സംസാരിച്ച്, പ്രവർത്തകരോടും സാധാരണക്കാരോടും സംസാരിച്ച്, 2020യുടെയും BJPയുടെയും പ്രവർത്തകരോട് സെപ്പറേറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്
അവിടുത്തെ അവസ്ഥകൾ ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റിയതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. ഇന്നലെ എൻ ഡി എയുടെ മേഖലാ ഓഫീസ് ഉദ്ഘാടനമായിരുന്നു അതെ ഇവിടെ തൃക്കാക്കരയിൽ. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട പല ആൾക്കാരും വന്നിരുന്നു. അവരുടെയൊക്കെ ഒരു അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് ആത്മവിശ്വാസമുണ്ട്. വിജയത്തിൻ്റെ ആത്മവിശ്വാസമായിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് വരുന്നത്. അവർ ഏതൊക്കെ വോട്ടേഴ്സിനെ സ്വാധീനിക്കണം, ആരുടെയൊക്കെ വോട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നു, അവിടെയൊക്കെ സ്പർശിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു ഉറച്ച UDF ജില്ല ആയിട്ടുള്ള എറണാകുളം ജില്ല UDF ഇനി അത്ര എളുപ്പമല്ലെന്നല്ല, അവർ അവിടെ വേണമെങ്കിൽ മുഴുവൻ സീറ്റ് വേണേൽ ജയിക്കാമെന്നുള്ള വീമ്പിലായിരിക്കും നിൽക്കുന്നത്. വേണ്ട, 14 സീറ്റോ മറ്റാണല്ലോ അല്ലേ, അതിൽ 10 ജയിക്കുന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അവർ 10 തൂക്കും. ഇന്ന് VD സതീശൻ പറഞ്ഞിരിക്കുന്ന 14 ജില്ലയും 14 മണ്ഡലങ്ങളും എറണാകുളം ജില്ല അവർ തൂത്തുവാരുമെന്ന് തന്നെയാണ് പറയുന്നത്. ബുദ്ധിമുട്ടാണ്. അതിനകത്ത് 2020 അല്ലെങ്കിൽ BJP ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത് 4 ഒന്നുകിൽ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ NDA ആയിരിക്കും. അവിടെ UDFന് 3ാം സ്ഥാനം കിട്ടുള്ളൂ, അത് ഉറപ്പാണ്. അപ്പോൾ തന്നെ ആ 4 കിട്ടില്ല. പിന്നെയുള്ളതിൽ 2020 സാന്നിധ്യം കൊണ്ട് തന്നെ അത് NDA ആയിട്ടൊപ്പം നിൽക്കുന്ന അലയൻസ്, അതിന് പകരം അലയൻസ് കോൺഗ്രസ്സുമായിട്ടൊപ്പമായിരുന്നു ഈ കളി മാറിപ്പോയനെ. അവിടെ പലയിടത്തും 4-5 മണ്ഡലത്തിൽ UDF തോറ്റു പോകും. അത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ തോൽവി അവിടെ അവർക്ക് ഉറപ്പാണ്. പറവൂര് തോൽക്കും, പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുപോലെ മൂവാറ്റുപുഴ, അങ്കമാലി, കോതമംഗലം തുടങ്ങിയിടത്തൊക്കെ UDFന് തോൽവി വരാം. അതുകൊണ്ട് സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാനതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം അവിടെ ഒത്തിരി അടിയൊഴുക്കുണ്ട്. 2020 NDAയിൽ വന്നില്ലായിരുന്നെങ്കിൽ, അവർ സ്വതന്ത്രമായിട്ട് മാത്രമാണ് നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ മുന്നേറ്റം ഒരു പക്ഷേ NDAക്ക് ഉണ്ടാവില്ല. അവരുടെ ജോയിൻ്റായിട്ട് വോട്ട് കൂടിയെന്ന് വരില്ല, UDFൻ്റെ മേൽക്കൈ നിന്നേനെ. പക്ഷേ അത് മാറിയിട്ട് NDAക്ക് ഗുണം കിട്ടുന്ന വിധത്തിൽ അതിൻ്റെ മറ്റൊരു ഗുണഭോക്താവ് വേണമെങ്കിൽ LDF ആവാം, പക്ഷേ UDF അല്ല എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അതുകൊണ്ട് ഇത്തവണ എറണാകുളം ജില്ല എങ്ങോട്ട് താമര വിരിയിച്ചെന്ന് വരും. അപ്പം ഇടത്തേക്കും വലത്തേക്കും ഓരോ ഇലകൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ അതിന് നടുക്കൂടി ഒരു താമര വിടർന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും.